ജസ്നയുടെ തിരോധാനത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി പിതാവ്. ജസ്നയെ ആരോ അപായപ്പെടുത്തിയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നതായി പിതാവ് ജെയിംസ് ജോസഫ് പറഞ്ഞു. ലവ് ജിഹാദ് അടക്കമുള്ള വർഗീയ ആരോപണങ്ങളെ പൂർണ്ണമായും തള്ളുകയാണ്. മുണ്ടക്കയത്ത് തന്നെയാണ് തിരോധാന കേസിന്റെ ചുരുളുകൾ ഉള്ളത്. ഇത് കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും പിതാവ് പറഞ്ഞു. ഈ CBI അന്വേഷിക്കുന്ന പോലെ, ലോക്കൽ പോലീസ് അന്വേഷിച്ച പോലെ തന്നെ എൻ്റെ മകളെ അന്വേഷിച്ച് ഞങ്ങളൊരു ടീം പുറകിലുണ്ട്, എപ്പോഴും ഉണ്ട്. ആ അന്വേഷണത്തിൽ നമുക്ക് അവരെത്തപ്പെടാത്ത ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു. ഞങ്ങൾ സൂചന കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് അവർ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ വെളിപ്പെടുത്തേണ്ടി വരും. കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം. ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനപ്പുറത്തോട്ട് ഞാനുമായിട്ട് വിളിക്കാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടായില്ല. അതുതന്നെ ആദ്യത്തെ ദിവസങ്ങൾ നമ്മുടെ ലോക്കൽ പോലീസിലെ അന്വേഷണത്തിലെ വീഴ്ച കൊണ്ട് അപായപ്പെടുത്തി കാണും. പുറത്ത് വിടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിക്കാണും, അപായപ്പെടുത്തി കാണും. എല്ലാം ലവ് ജിഹാദും മറ്റുള്ള ഒത്തിരി പേർ ഇന്ന് രാഷ്ട്രീയ മുതലെടുപ്പും ജാതി വർഗീയതയൊക്കെ വരുത്താൻ വേണ്ടിയുള്ള അങ്ങനൊരു സംഭവം ഞാൻ അന്നും വിശ്വസിക്കത്തില്ല, ഇന്നുമില്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഈ ജസ്റ്റിനുടെ പിതാവിൻ്റെ സംശയങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം അക്കാര്യത്തിൽ സ്വതന്ത്രമായി നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. അത് ലോക്കൽ പോലീസിനും CBIക്കും ഒക്കെ കൈമാറിയിട്ട് ഫലമുണ്ടായില്ല. അതുകൊണ്ട് കോടതിയെ അറിയിക്കാൻ പോകുന്നു എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹം കൂടുതൽ വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ടോ? തീർച്ചയായും. അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു ഹർജി, തന്റെ മകളുടെ തിരോധാന കേസ് CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് അവസാനിപ്പിച്ചുമായി ബന്ധപ്പെട്ട ഒരു ഹർജി, അത് ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, തന്നെ കൂടി കേൾക്കണം, തനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് എന്ന തരത്തിൽ ഒരു സത്യവാങ്മൂലം, ഒരു ഹർജിയായി തന്നെ അവിടെ സമർപ്പിക്കുന്നത്. തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ച ഹർജി 19-ന് കേൾക്കാനിരിക്കെയാണ് അച്ഛന്റെ ഒരു പ്രതികരണം, ജെയിംസ് ജോസഫ്, അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, തന്റെ മകൾ ജീവിച്ചിരിപ്പുണ്ടാകാനുള്ള സാധ്യതയില്ല, ആരോ അപായപ്പെടുത്തിയിട്ടുണ്ടാകാം. അതുപോലെ കൂടാതെ തന്നെ ലവ് ജിഹാദ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം തള്ളുകയാണ്. കേരളം വിട്ട് ഒരിക്കലും ജസ്ന പോകാനുള്ള യാതൊരു സാധ്യതയില്ല, വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയില്ല, അതൊക്കെ CBI അന്വേഷണത്തിൽ വെളിപ്പെട്ടതാണ്. മുണ്ടക്കയത്താണ് ഇതിന്റെ മുഴുവൻ ചുരുളുകളും ഉള്ളത്, അവിടെയാണ് ചുരുളഴിയേണ്ടത്. തനിക്ക് ചില സംശയമുണ്ട്, ഒരുപക്ഷെ ഒരാളോ ഒരു ടീമോ ആകാം, അപായപ്പെടുത്തിയതാകാം. തുടക്കത്തിൽ തന്നെ ലോക്കൽ പോലീസ് ഈ കേസിൽ ഒരു വീഴ്ച അവരുടെ ഭാഗത്ത് സംഭവിച്ചു. അതാണ് ഇങ്ങനെ കേസ് നീണ്ടുപോകാനും തന്റെ മകളെ പിന്നീട് തിരിച്ചു കിട്ടാതിരിക്കാനുള്ള സാധ്യതയിലേക്ക് നയിച്ചത് എന്ന് അച്ഛൻ പറയുന്നുണ്ട്. എന്തായാലും 19-ന് മാധ്യമങ്ങളോട് ഈ കോടതിയുടെ നടപടിക്രമങ്ങൾക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താമെന്നും ജെയിംസ് ജോസഫ് വ്യക്തമാക്കുന്നുണ്ട്. വിജയകുമാർ. യെസ്, കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം, അതിനുശേഷം മാധ്യമങ്ങളെ വിശദമായി കാണാം എന്നാണ് ജസ്നയുടെ പിതാവ് ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.